കഴിഞ്ഞ 1-2 ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ആണ്. കുറച്ച് ബൈക്കിൻ്റെ പ്രൈസ് ഒക്കെ കുറയുന്നുണ്ട് ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റ് ആണ്, ഏതൊക്കെ ബൈക്കിൻ്റെ പ്രൈസ് ആണ് കുറഞ്ഞിട്ടുള്ളതെന്നൊക്കെ നോക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഹോണ്ടൻ്റെ ഭാഗത്തു നിന്നാണ്. ഹോണ്ടൻ്റെ കുറച്ച് മോട്ടോർ സൈക്കിൾ അവർ റീകോൾ ചെയ്തിട്ടുണ്ട്. റീകോൾ എന്ന് പറയുന്നത് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കമ്പനി തന്നെ നേരിട്ട് റീകോളും തിരിച്ചു വിളിക്കുന്ന ഒരു പരിപാടിയാണ്. ഹോണ്ടൻ്റെ കുറച്ച് ബാച്ചിൽ ഇറങ്ങിയിട്ടുള്ള ബൈക്കിന് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹോണ്ടൻ്റെ CB300R, CB300F, പിന്നെ ഹോണ്ടൻ്റെ CB350 ഉണ്ട്. ഈ ഒരു ബൈക്കിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വണ്ടിൻ്റെ വീൽ സ്പീഡിൻ്റെ സെൻസറിന് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റിനും ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഈ ഒരു കംപ്ലൈൻറ്റ് സ്പീഡോമീറ്റർ, ട്രാക്ഷൻ കൺട്രോൾ, ABS പിന്നെ ബ്രേക്കിങ്ങിനെ മൊത്തമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും റീകോൾ ചെയ്തിട്ടുള്ളത്. റീകോൾ എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കമ്പനി തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് റീകോൾ ചെയ്യുന്നതാണ്. ഒരുപാട് കമ്പനി റീകോൾ ചെയ്തിട്ടുണ്ട്. ജിക്സറിൻ്റെ SF മോഡലിനൊക്കെ റീകോൾ ചെയ്തതാണ്. പിന്നെ V-Storm 250 ഒക്കെ അടുത്ത് റീകോൾ ചെയ്ത മോഡലാണ്. ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ള കുറച്ച് മോഡലിന് ഫ്രീ ആയിട്ട് തന്നെ കമ്പനി തന്നെ ഇത് മാറ്റി തരും. മെയിനായിട്ട് നോക്കേണ്ടത് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുന്നവരാണ്. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു പക്ഷേ പുതിയ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ 2020 മുമ്പ് ഇറങ്ങിയ കുറച്ച് മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. 2020 to 2024 കുറച്ച് ബാച്ചിലെ കുറച്ച് മോഡലിനാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. 2020 ശേഷം വന്നിട്ടുള്ള എല്ലാ ബൈക്കിലൊന്നും ഈ ഒരു പ്രശ്നം വരില്ല, കുറച്ച് മോഡലിന് മാത്രമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് TVSന്റെ ഭാഗത്തു നിന്നാണ്. TVSന്റെ റൈഡർ 125ന്റെ ഒരു ഡ്രം ബ്രേക്ക് മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറച്ച് കുറഞ്ഞ മോഡലായിരിക്കും. ഫ്രണ്ടിലെ ഡിസ്പ്ലേക്ക് മാറ്റിയിട്ട് അവർ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേക്കിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ബേസ് മോഡൽ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തെ അപ്ഡേറ്റും TVSന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. TVSന്റെ Ronin 225ന്റെ അപ്ഡേറ്റ് ആണ്. Ronin 225ന്റെ ഒരു ഫെസ്റ്റിവൽ മോഡൽ അവർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ പുതിയൊരു കളേഴ്സിലാണ് വണ്ടി വരുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് കോട്ടിൻ്റെ ഒരു വിൻഡ് സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. 3550 രൂപയാണ് പ്രൈസ് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് 1,72,350 രൂപയാണ്. പിന്നെ ഒരു ഫെസ്റ്റിവൽ സീസണിൻ്റെ ഒരു ചെറിയൊരു പ്രൈസ് കട്ടിംഗ് ഉണ്ട്. അതായത് Ronin 225ന്റെ ഒരു ബേസ് മോഡലിൻ്റെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട്. 14,000 രൂപയാണ് ഇപ്പം ഓഫർ വെച്ചിട്ടുള്ളത്. റോണിൻ്റെ ബേസ് മോഡൽ എടുക്കാൻ പ്ലാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കുക. ഒരു 14,000 രൂപ കുറച്ച് കിട്ടും. മുമ്പ് 1,49,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്, ഇപ്പം 1,35,000 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. അടുത്ത പ്രൈസ് കട്ടിംഗ് അപ്ഡേറ്റ് യമഹയുടെ ഭാഗത്തു നിന്നാണ്. യമഹയുടെ FZS V4ന്റെ പ്രൈസും അവർ കുറച്ചിട്ടുണ്ട്. FZS V4 എടുക്കാൻ പ്ലാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കുക. കുറച്ച് പ്രൈസ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. വണ്ടിക്ക് 7,000 രൂപ അവരിപ്പം പ്രൈസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാനും പറ്റും. വണ്ടിൻ്റെ പ്രൈസ് കുറയുന്നതുകൊണ്ട് തന്നെ വണ്ടിൻ്റെ ഫീച്ചേഴ്സും അങ്ങനെ കാര്യങ്ങളൊന്നും അവർ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. പണ്ടത്തെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് വണ്ടി ഇറങ്ങുന്നത്.